കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈത്തൺ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കണ്ടിരുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് പൈത്തൺ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എങ്ങനെ യൂസർക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കാം എന്നുള്ളതാണ്. പൈത്തണിൻ്റെ ഔട്ട്പുട്ട് സിൻടാക്സ്, അതിൻ്റെ കീവേഡ് പ്രിൻ്റ് എന്നുള്ള ഒരു കീവേഡാണ്. സ്മോൾ ലെറ്റർ പി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കുറച്ച് ഓപ്ഷൻസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രിൻറ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജാണ് യൂസർക്ക് കൊടുക്കാനുള്ളതെങ്കിൽ പ്രിൻറ്റ് സ്പേസ് സിംഗിൾ കോട്ട്സിൽ എന്താണോ മെസ്സേജ് ഹലോ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ആ ഒരു സ്ട്രിങ്, ആ ഒരു മെസ്സേജ് മാത്രമായിട്ട് വരുന്നു. ഇനി നമുക്കൊരു വേരിയബിളിൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ സേ എക്സ് ഈക്വൽ ടു 6 ആണ് വാല്യൂ. ആ വേരിയബിളിൻ്റെ നെയിം, ആ വേരിയബിളിൻ്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടതെങ്കിൽ പ്രിൻ്റ് സ്പേസ് നെയിം ഓഫ് ദി വേരിയബിൾ എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആയിരിക്കും അതിൽ പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി വളരെ ക്ലിയറായിട്ട് യൂസർക്ക് മെസ്സേജ് കൊടുക്കണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റും മെസ്സേജും വേരിയബിൾസിൻ്റെ വാല്യൂം ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ സെപ്പറേറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസാണ്. സേ വി ഹാവ് 2 വേരിയബിൾസ് y ഈക്വൽ ടു സം 8. അപ്പോൾ എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് പ്രിൻ്റ് എക്സ് അത് കഴിഞ്ഞ് പ്രിൻ്റ് വൈ കൊടുക്കാം. അതല്ലെങ്കിൽ ഈ രണ്ട് വേരിയബിളിൻ്റെ വാല്യൂ ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എക്സ് കോമ വൈ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതേ ലൈനിൽ തന്നെ അത് പ്രിൻ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ കോമ ഉപയോഗിച്ചില്ലെങ്കിൽ പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് ബൈ ഡിഫോൾട്ട് അടുത്ത ലൈനിലേക്കാണ് പൈത്തണിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് പോവുക. കോമ കൊടുക്കുകയാണെങ്കിൽ അതേ ലൈനിൽ തന്നെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രിൻ്റ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞപ്പോൾ 6 എക്സിൻ്റെ വാല്യൂ, അത് കഴിഞ്ഞ് അതേ ലൈനിൽ തന്നെ 8 വൈയുടെ വാല്യൂയും കൂടെ പ്രിൻ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും മെസ്സേജായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ദി ആൻസർ ഈസ് എക്സ്, അതായത് നമ്മൾ ചെയ്ത ഒരു ഇതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ റിസൾട്ട് എക്സ് എന്നുള്ള വേരിയബിളിലാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് യൂസർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ദ ആൻസർ ഈസ് എന്നുള്ളത് അതൊരു മെസ്സേജാണ്. ആ മെസ്സേജ് സ്ട്രിങ് ആണ് വരുന്നത്, ടെക്സ്റ്റ് മെസ്സേജാണ് വരുന്നത്. അത് ഒരു സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക. കോമ അതേ ലൈനിൽ തന്നെ വരാൻ വേണ്ടി എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ വരാൻ വേണ്ടി എക്സ് എന്ന് കൊടുക്കുക. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നത്. സോ ദി ആൻസർ ഈസ്, ഞാനത് വേരിയബിൾ ഡിലീറ്റഡ് ആയിപ്പോയി. ആൻസർ ഈസ് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ദ ആൻസർ ഈസ് എന്നുള്ള ടെക്സ്റ്റ് മെസ്സേജും അതിനുശേഷം എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂവും അവിടെ പ്രിൻ്റ് ആയിട്ട് വന്നിരിക്കുന്നു. ഇനി നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരാം. ഫോർ എക്സാമ്പിൾ ദ ആൻസർ ഈസ് എക്സ്, അതിൻ്റെ യൂണിറ്റും കൂടെ പറയണം. വീണ്ടും ഒരു സ്ട്രിങ് ആയിട്ട് അതിൻ്റെ യൂണിറ്റും കൂടെ പറയണമെങ്കിൽ എക്സ് വീണ്ടും കോമ. അപ്പോൾ ഡാറ്റ ടൈപ്പ് മാറാണ്. ഒരു ഡാറ്റ കഴിഞ്ഞു, ഒരു ടെക്സ്റ്റ് മെസ്സേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വേരിയബിൾ അതിൻ്റെ വാല്യൂ കഴിഞ്ഞു, വീണ്ടും അതിൻ്റെ യൂണിറ്റ്സ് വേണമെങ്കിൽ വീണ്ടും കോഡ്സിൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓംസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ടൈപ്പും കഴിയുമ്പോൾ, ഓരോ ഡാറ്റയും ഓരോ കാര്യങ്ങളും കഴിയുമ്പോൾ കോമ കൊടുത്ത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ദ ആൻസർ ഈസ് എന്നുള്ള ടെക്സ്റ്റ് അവിടെ വരും. പിന്നെ എക്സ് എന്നുള്ള വേരിയബിളിലെ വാല്യൂ, ഇപ്പോൾ ഉള്ളത് വാല്യൂ 6 ആണ്, 6 എന്ന് വരും. വീണ്ടും കോമ കൊടുത്ത് അതേ ലൈനിൽ തന്നെ നമുക്ക് ഓംസ് എന്നുള്ളതിൻ്റെ യൂണിറ്റും കൂടെ വരും. What happened is x comma ohms. Okay, so see, അപ്പോൾ ഇങ്ങനെയായിരിക്കും യൂസർക്ക് കിട്ടുന്ന മെസ്സേജ്. വളരെ ക്ലിയറായി ദ ആൻസർ ഈസ് 6 ohms. അതിൻ്റെ യൂണിറ്റ് അടക്കം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റി. ഇനി അതല്ലെങ്കിൽ വീണ്ടും നമുക്ക് വേരിയബിൾ അങ്ങനെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യമാണ് കൊടുക്കേണ്ടതെങ്കിൽ പ്രിൻറ്റ് ദ സം ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ചെറിയ കാൽക്കുലേഷൻസ് നമുക്ക് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സും വൈയും 2 വേരിയബിളാണ്. ആ എക്സിൻ്റെയും വൈയുടെയും സമ്മ് എക്സ് പ്ലസ് വൈ ആണെന്ന് യൂസർക്ക് കൃത്യമായിട്ട് മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ദ സം ഓഫ് എന്നുള്ളത് ഒരു ടെക്സ്റ്റായിട്ട് വന്നു. പിന്നെ എക്സിൻ്റെ വാല്യൂ, ഇപ്പോൾ ഉള്ള വാല്യൂ 6 ആണ്. ആൻഡ് എന്നുള്ളത് വീണ്ടും ഒരു മെസ്സേജായിട്ട് വന്നു. വൈ എന്നുള്ളത് രണ്ടാമത്തെ വേരിയബിളാണ്, ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന വാല്യൂ അതിൽ 8 ആണ്. ഈസ് എന്നുള്ളൊരു മെസ്സേജ് വന്നു. ദെൻ എക്സ് പ്ലസ് വൈ എന്നുള്ളൊരു കാര്യം അവിടെ ആഡ് ചെയ്തിട്ട് വന്നു. ആ കാൽക്കുലേഷൻ അവിടെ തന്നെ പെർഫോം ചെയ്യുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു വേരിയബിൾ കാൽക്കുലേഷനൊക്കെ ചെയ്ത് വീണ്ടും ആ വേരിയബിളിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇനി റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ ആ മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് വന്നു. ദ സം ഓഫ് 6 and 8 ഈസ് 14. അപ്പോൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പൈത്തണിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഔട്ട്പുട്ട് കമാൻഡ് അതിൽ കോമ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്ത് മെസ്സേജുകളും വേരിയബിൾസും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം.
ഓക്കെ. അടുത്തൊരു കാര്യം പൈത്തണിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, പൈത്തൺ കീവേഡ്സ് ആൻഡ് വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. അതായത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, സപ്പോസ് ഐ മാർക്ക് എക്സ് ഈക്വൽ ടു 2, ദെൻ ക്യാപ്സ് എക്സ് ഈക്വൽ ടു 3. ഇത് രണ്ടും ഡിഫറെൻറ്റ് വേരിയബിളാണ്. ഞാനിപ്പോൾ പ്രിൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ, പ്രിൻറ്റ് ലോവർ എക്സ് എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള വാല്യൂ ആയിരിക്കും എനിക്ക് കിട്ടുക. പ്രിൻറ്റ് ക്യാപ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻറ്റ് വേരിയബിളാണ്. സെയിം നെയിം ആണെങ്കിലും ലോവർ കേസും അപ്പർ കേസും കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ ആണ് വരിക. അപ്പോൾ വേരിയബിളിൻ്റെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ പൈത്തണിൻ്റെ കീവേഡ്സ് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ പൈത്തണിൻ്റെ കീവേഡ്സ് എല്ലാം ലോവർ കേസിലാണ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, ഫസ്റ്റ് ഇത് എഴുതുമ്പോൾ, ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ അടുത്ത പാരഗ്രാഫൊക്കെ എഴുതുമ്പോൾ ക്യാപ്സ് ലെറ്റർ ഉപയോഗിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ പൈത്തണിൻ്റെ കീവേഡ്സ് എപ്പോഴും ലോവർ കേസിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ അപ്പർ കേസ് പ്രിൻ്റ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എററായിരിക്കും, ഇൻവാലിഡ് സിൻടാക്സ്. പൈത്തൺ കീവേഡ്സ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഇൻപുട്ട്, പ്രിൻ്റ്, ഇതെല്ലാം പൈത്തൺ കീവേഡ്സ് എല്ലാം ലോവർ കേസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അടുത്ത് നമുക്ക് കാണാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു പൈത്തണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഡാറ്റ ടൈപ്പാണ്. നമ്മൾ എന്താണോ അസൈൻ ചെയ്യുന്നത്, നമുക്ക് നേരത്തെ കൂട്ടി അസൈൻ ചെയ്ത് വയ്ക്കേണ്ട കാര്യമില്ല. വേരിയബിളിനെ എന്താണോ അസൈൻ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പായിട്ട് എടുക്കുക. അപ്പോൾ പൈത്തണിൽ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്ന ന്യൂമറിക് ഡാറ്റ ടൈപ്പാണ്. ഇപ്പോൾ ന്യൂമറിക് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റീജർ, ഫ്ലോട്ട്. പൈത്തണിൽ വരുന്ന വേറൊരു ഡാറ്റ ടൈപ്പാണ് ലോങ്, കോംപ്ലക്സ്. ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പൈത്തണിൽ ഇനി ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കമാൻഡ് ടൈപ്പ് എക്സ് എന്നാണ്. ടൈപ്പ് ബ്രാക്കറ്റിൽ, സിമ്പിൾ ബ്രാക്കറ്റിൽ ഏത് ഇതിൻ്റെയാണോ ഡാറ്റ ടൈപ്പ് പറയേണ്ടത് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. നമുക്കൊരു എക്സാമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പാണ്. ഞാൻ എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. ഞാൻ അതിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യാണ്. ടൈപ്പ് സിമ്പിൾ ബ്രാക്കറ്റിൽ എക്സ്. സോ അതിൻ്റെ ടൈപ്പ് ഇൻറ്റ് എന്നുള്ള അല്ലെങ്കിൽ ഇൻറ്റീജർ എന്നുള്ളൊരു ഡാറ്റ ടൈപ്പാണ്. ഇൻറ്റീജർ മീൻസ് പ്ലെയിൻ ഇൻറ്റീജർ വിത്തൗട്ട് ഡെസിമൽ പാർട്ട്. ഡെസിമൽ പാർട്ട് ഇല്ലാതെ വരുന്ന ഇൻറ്റീജറാണ് വരുന്നത്. അടുത്തതാണ് ഫ്ലോട്ട്. അപ്പോൾ വീണ്ടും ഞാൻ എക്സ് ഈക്വൽ ടു 5.0 ടൈപ്പ് എക്സ്. അപ്പോൾ അത് ഫ്ലോട്ടാണ്, ഡെസിമൽ പോയിൻറ്റും കൂടെ വരുന്നത്. ഇവിടെ 0 ആണ്. 0 ആണെങ്കിൽ പോലും അത് ഡെസിമൽ പോയിൻ്റ് വരുന്നതാണ്. അപ്പോൾ ഫ്ലോട്ട് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ വിത്ത് 32 ബിറ്റ് ആക്യുറസി വരുന്നതാണ്. ഇനി പൈത്തണിൽ 2.7 വേർഷനിൽ ഉള്ള വേറൊരു ഡാറ്റ ടൈപ്പാണ് ലോങ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. ലോങ് എന്നാണ് അതിൻ്റെ ടൈപ്പ് വരുന്നത്, മീൻസ് ലോങ് ഇൻറ്റീജർ. പൈത്തൺ 3ൽ ഇങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. ഇൻറ്റീജർ തന്നെ ലോങ് തന്നെയായിട്ടാണ് അവിടെ വരുന്നത് ലേറ്റസ്റ്റ് പൈത്തൺ വേർഷനിലൊക്കെ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് 2.7 ആയതുകൊണ്ട് അതിൽ വരുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുള്ള ലോങ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 0 10 ഡെസിമൽ പ്ലേസ് വരുന്ന ഒരു 10 പൊസിഷൻ വരുന്ന ഒരു ഇൻറ്റീജറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു അത് ഇൻറ്റീജറാണ്. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ ഒരു പൊസിഷനും കൂടെ കൂട്ടുകയാണ്. 1 എന്ന് കൊടുക്കുകയാണ്. 1 എന്ന് കൊടുത്തു. അതിൻ്റെ ടൈപ്പ് എക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി ഇറ്റ് ഈസ് ലോങ് ഇൻറ്റീജർ. സോ അപ്പോൾ 10 പ്ലേസ് വരെ വരുന്ന 10 ഡിജിറ്റ്സ് വരെ വരുന്ന അത്തരം നമ്പറുകളാണ് ഇൻറ്റീജർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അതിൽ കൂടുതൽ പ്ലേസ് ഡിജിറ്റ്സ് വരികയാണെങ്കിൽ അത് ലോങ് ഇൻറ്റീജർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പോകും. ലോങ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ വിത്ത് അൺലിമിറ്റഡ് ലെങ്ത്ത്. അപ്പോൾ ഇൻറ്റീജറിന് ലിമിറ്റഡ് ആണ്. അത് 32 ബിറ്റ് ആക്യുറസി അതിനുണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഇൻറ്റീജറായിട്ട് സേവ് ചെയ്യുന്ന നമ്പറുകളിൽ അതിനപ്പുറത്തുള്ള ഡിജിറ്റ്സിന് ആക്യുറസി ഉണ്ടാവില്ല. അപ്പോൾ അതിൽ കൂടുതൽ ആക്യുറസി വേണമെങ്കിൽ നമുക്കതിനെ ലോങ് ആക്കി മാറ്റി വേണം. പൈത്തണിൽ നമ്മളതിനെ ബോധർ ചെയ്യേണ്ട ഡാറ്റ ടൈപ്പ് ഡിഫോൾട്ടായിട്ട് ഡൈനാമിക്കായിട്ട് എടുക്കുന്നതാണ്. നമ്മൾ എന്ത് വേരിയബിൾ കൊടുക്കുന്നത് എടുക്കണമെന്ന് മാത്രം. എങ്കിലും ഈ ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് മാത്രം. ഇനി പൈത്തണിൽ അടുത്ത ന്യൂമറിക് ഡാറ്റ ടൈപ്പാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. പേര് പറയുന്ന പോലെ കോംപ്ലക്സ് നമ്പർ വിത്ത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. അപ്പോൾ പൈത്തണിൽ ഇമാജിനറി പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ജെ എന്നുള്ളൊരു സിമ്പിൾ കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ് ഈക്വൽ ടു റിയൽ പാർട്ട് 1 പ്ലസ് കോംപ്ലക്സ് പാർട്ട് 2J എന്ന് കൊടുത്തു.
ഇങ്ങനെയാണ് പൈത്തണിൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത്. രണ്ട് ഇൻറ്റീജർ അല്ലെങ്കിൽ ഫ്ലോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇമാജിനറി പാർട്ടാണെന്ന് കാണിക്കാനായിട്ട് ജെ ആണ് ഉപയോഗിക്കുന്നത്. ദെൻ ടൈപ്പ് എക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കോംപ്ലക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ രണ്ട് ഇൻറ്റീജർ അല്ലെങ്കിൽ രണ്ട് ഫ്ലോട്ട് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു കോംപ്ലക്സ് നമ്പറാക്കി മാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ജെ ഉപയോഗിക്കുന്നു. റിയൽ പാർട്ടും കോംപ്ലക്സ് നമ്പർ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പ്ലസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 4 ന്യൂമറിക് ഡാറ്റ ടൈപ്പാണ് വരുന്നത്. ഇനി അടുത്ത സെറ്റ് ഓഫ് ഡാറ്റ ടൈപ്സാണ് സീക്വൻസ് ഡാറ്റ ടൈപ്സ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ഈ സ്ട്രിങ് നമ്മൾ ഓൾറെഡി കണ്ടു. ഹലോ എന്നുള്ളത് എക്സ് ഈക്വൽ ടു സ്ട്രിങ്ങുകൾ നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ കോഡ്സിലാണ്. ഹലോ അപ്പോൾ എക്സ് എന്നുള്ള വേരിയബിൾ ഇപ്പോൾ എന്താണ്? ടൈപ്പ് എക്സ് സ്ട്രിങ്. ഹലോ എന്നുള്ള സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിൻ്റെ കുറേ പ്രോപ്പർട്ടീസ്, അതിന് സീക്വൻസ് ബിഹേവിയർ ഉണ്ട്. ഓരോ പൊസിഷനും എന്താണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എച്ചിൻ്റെ പൊസിഷൻ, ഇയുടെ പൊസിഷൻ എന്താണെന്നുള്ളത് സീക്വൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നീണ്ട് നമ്മൾ കാണും. എന്നാലും ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. അടുത്ത ഡാറ്റ ടൈപ്പാണ് സീക്വൻസിൽ വരുന്ന ലിസ്റ്റ്. അത് കഴിഞ്ഞാൽ ടപ്പിൾ. ഇത് രണ്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വീണ്ടും കാണും. എങ്കിലും ഞാൻ പറയുകയാണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഒബ്ജക്ട്സ് കോമ സെപ്പറേറ്റഡ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് ലിസ്റ്റ് എന്ന് വിളിക്കാം. നമുക്ക് ഒരുപാട് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ലിസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൽ 1, 2, 3 3 ഒബ്ജക്ട്സ് വരുന്ന ഒരൊറ്റ വേരിയബിളിൽ അസൈൻ ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഇറ്റ്സ് ലിസ്റ്റ്. അതുപോലെ തന്നെയാണ് ടപ്പിൾ. ടപ്പിൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം സിമ്പിൾ ബ്രാക്കറ്റാണ് അവിടെ ഉപയോഗിക്കുന്നത് മാത്രം. ടപ്പിൾ എന്താണെന്ന് നമ്മൾ വീണ്ടും കാണും. അപ്പോൾ ഈ 3 രീതിയിലുള്ള സീക്വൻസ് ടൈപ്പ് ഡാറ്റ സ്ട്രക്ചറുകളാണ് നിങ്ങളുടെ സിലബസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് സെറ്റ് അല്ലെങ്കിൽ ഫ്രോസൺ സെറ്റ്. ഇത് സീക്വൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളതിനെ മാറ്റി നിർത്തിയത്. അൺഓർഡേഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഇതേ കാര്യം തന്നെയാണ്. കുറേ കാര്യങ്ങളെ ഗ്രൂപ്പ് ചെയ്ത് ഒരു വേരിയബിളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മാത്രം. സെറ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ അതുപോലെയുള്ള കാൽക്കുലേഷൻസ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. വീണ്ടും നമ്മളിതിനെ ഡീറ്റെയിൽഡായിട്ട് കാണും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് സിമ്പിൾ ബ്രാക്കറ്റ്സിൽ ഒരു ലിസ്റ്റ്. അപ്പോൾ സാധാരണ സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ലിസ്റ്റിനെ അല്ലെങ്കിൽ ടപ്പിളിനെ അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ സെറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് സെറ്റ് സിമ്പിൾ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കും. എനിവേ ഇങ്ങനെ ഒരു ഡാറ്റ ടൈപ്പും കൂടെ ഉണ്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പൈത്തൺ സപ്പോർട്ട്സ് ഡൈനാമിക് ഡാറ്റ ടൈപ്പ് സിസ്റ്റം. നമ്മൾ പ്രത്യേകിച്ച് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് എന്താണെന്ന് മനസ്സിലാക്കി ആ ഡാറ്റ ടൈപ്പായിട്ട് ആ വേരിയബിളിനെ എടുത്തോളും. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റ ടൈപ്പ് കാസ്റ്റിംഗ് ഇൻസ്ട്രക്ഷൻ ടു കൺവേർട്ട് വൺ ഡാറ്റ ടൈപ്പ് ടു അനദർ. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 5 എന്താണത്? ഇൻറ്റീജറാണ്. ടൈപ്പ് എക്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇൻറ്റീജറാണ്. എനിക്കതിനെ ഫ്ലോട്ടാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വീണ്ടും അതേ വേരിയബിളിലേക്ക് തന്നെ സേവ് ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു ഫ്ലോട്ട് എക്സ്. ഇപ്പോൾ എക്സ് എന്നുള്ള ആ കാര്യം ഇപ്പം പ്രസൻ്റ്ലി ഇൻറ്റീജർ ആയിരുന്നു. അതിനെ ഫ്ലോട്ടാക്കി മാറ്റാനായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യാനായിട്ട് ഫ്ലോട്ട് എന്ന് ഉപയോഗിക്കാം. ഫ്ലോട്ട് സിമ്പിൾ ബ്രാക്കറ്റ് എക്സ്. ഇനി ഞാൻ എക്സ് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അതിനെ ഫ്ലോട്ടാക്കി 5.0 ഡെസിമൽ വാല്യൂസ് ഒന്നുമില്ല അതിന്, എങ്കിലും അതിനെ ഫ്ലോട്ടാക്കി 5.0 എന്നാക്കി. ഇനി അതിൻ്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ടൈപ്പ് എക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഏത് വേരിയബിളിനെയും അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ഏത് പോയിന്റിലും നമുക്ക് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. സ്ട്രിങ് മാറ്റാം, ഇൻറ്റീജറിനെ ഡെസിമലാക്കാം, ലോങ് ആക്കാം, കോംപ്ലക്സ് ആക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത്? ഡാറ്റ ടൈപ്പുകൾ ഡൈനാമിക് ഡാറ്റ ടൈപ്പ് ഉണ്ട്. അത് പൈത്തണിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഡാറ്റ ടൈപ്പുകളെക്കുറിച്ച് വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പുകളെക്കുറിച്ച് ബോധർ ചെയ്യാതെ നമുക്ക് അതിലേക്ക് അസൈൻ ചെയ്യാം. പക്ഷേ ചില അവസരങ്ങളിൽ നമ്മൾ ഈ ഡാറ്റ ടൈപ്പുകളെക്കുറിച്ച് ബോധേഡായിരിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. 3/2 എത്രയാണ് ആൻസർ? നമുക്കറിയാം 1.5 ആണ് ആൻസർ. പക്ഷേ പൈത്തൺ തരിക 1 ആണ് തരിക. അതായത് പൈത്തണിൻ്റെ ഒരു റൂളാണ്. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ 2 വേരിയബിളും ഇൻറ്റീജർ ആണെങ്കിൽ റിസൾട്ട് ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ 3/2 3യും 2ഉം ഇൻറ്റീജറാണ്. 3/2
1.5 ആണ്, പക്ഷേ രണ്ടും ഇൻറ്റീജർ ആയതുകൊണ്ട് അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് മാത്രമേ നമുക്ക് തരുള്ളൂ. 1.5-ലെ 0.5 ഒഴിവാക്കി 1 മാത്രമേ തരുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ആയിരിക്കില്ല. അത്തരം കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ, ഡിവിഷൻ ചെയ്യുമ്പോൾ, ഇൻറ്റീജറുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആൻസർ വേണമെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്ലോട്ട് 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 3 എന്നുള്ള ഇൻറ്റീജറിനെ ഫ്ലോട്ടാക്കി, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 3.0 ആണ് കിട്ടുക. അപ്പോൾ 3.0 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ പൈത്തണിലെ റൂൾ അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യം ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ ഏതെങ്കിലും ഒന്ന് ഫ്ലോട്ടാണെങ്കിൽ ഔട്ട്പുട്ട് ഫ്ലോട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി 1.5. അപ്പോൾ അത്തരം കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റ ടൈപ്പുകളെക്കുറിച്ച് അവെയർ ആയിരിക്കണം. ആവശ്യത്തിന് ഡാറ്റ ടൈപ്പുകൾ ചേഞ്ച് ചെയ്യണം. ഇത്തരം കാൽക്കുലേഷനിലൊക്കെ നമുക്ക് ഫ്ലോട്ടായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ കാൽക്കുലേഷൻ എററൊന്നും വരില്ല. പക്ഷേ ചില അവസരങ്ങളിൽ നമുക്ക് ഇൻറ്റീജറായിട്ട് തന്നെ നമുക്ക് കിട്ടേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ലൂപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ എത്ര ഐട്രേഷൻ ചെയ്യണം എന്നുള്ളത് 1.5 ഐട്രേഷൻ ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ. അത് കോണ്ടൈസ്ഡ് ആണ്. 1 ഐട്രേഷൻ കഴിഞ്ഞാൽ 2 ഐട്രേഷൻ ഉള്ളൂ. 1.5 ഐട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് അതിനെ ഇൻറ്റീജറായിട്ട് ഏതെങ്കിലും രീതിയിൽ റൗണ്ട് ചെയ്ത് ഇൻറ്റീജറാക്കി മാറ്റിയതിന് ശേഷം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം ഓപ്ഷൻസും ഉണ്ട്. ഡാറ്റ ടൈപ്പ് കാസ്റ്റിംഗ്, ഏത് ഡാറ്റ ടൈപ്പിനെയും ഏത് പോയിന്റിലും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം.